പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 176 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തോട് ചേർന്നുള്ള ചില വചന സത്യങ്ങളെയാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക ആകുമെന്ന് നമുക്ക് അറിയാം. കർത്താവിൻ്റെ കാലത്ത് തന്നെ എഴുന്നേറ്റ അന്തി ക്രിസ്തു, എതിർ ക്രിസ്തു ആരാകുന്നു എന്ന് വചനം പഠിക്കുന്ന ഏതൊരു മക്കൾക്കും ബോധ്യമാകുന്നതാണ്. വചനം എന്താണ് പഠിപ്പിക്കുന്നത്? അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. 1 യോഹന്നാൻ 2:19 ആൻറ്റി ക്രൈസ്റ്റ് എന്നതിന് എക്സ്പ്ലനേഷനായിട്ടാണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. ഈ വചനപ്രകാരം ക്രിസ്തുവിനോടുകൂടെ നടന്ന് അവൻ്റെ വചനം വിട്ട് വേർപെട്ടു പോയവർ എതിർ ക്രിസ്തുക്കളാകുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. എതിർ ക്രിസ്തു എന്ന ഏകവചനമല്ല, എതിർ ക്രിസ്തുക്കൾ എന്ന ബഹുവചനത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പലരും എതിർ ക്രിസ്തു എന്ന് പറയുന്നത് അല്ല, എതിർ ക്രിസ്തുക്കൾ ആകുന്നു എന്ന് വ്യക്തമായി പഠിക്കണം. ഇവരാരാകുന്നു എന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ നടന്നില്ല. ഇത് കണ്ടിട്ട് അനേക ശിഷ്യന്മാർ പിന്മാറിപ്പോകുന്നത് യേശു കണ്ടിട്ട് പന്തിരുവരോട് ചോദിക്കുന്നു, നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട് എന്ന് സീമോൻ പത്രോസ് മറുപടി പറയുകയും ചെയ്തു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6:47. തുടർന്ന് കർത്താവ് ആണയിട്ടുകൊണ്ട് പറഞ്ഞ വചനങ്ങളാണ് നിത്യജീവന്റെ വചനങ്ങൾ എന്നത് നാം മനസ്സിലാക്കണം. വീണ്ടും 2 വട്ടം സത്യം ചെയ്ത് പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:54. ഇത് കർത്താവ് പറയുമ്പോൾ പലരും പറയുന്നു കഠിന വാക്കാണ്. രക്തവും മാംസവും കഴിക്കുക എന്നത് മോശയുടെ പ്രമാണം അനുസരിച്ച് അവർക്ക് സ്വീകരിപ്പാൻ സാധ്യമാകുന്നൊന്നല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇത് കേൾപ്പാൻ, അതായത് അനുസരിപ്പാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്നു. മറുപടിയായി കർത്താവ് പറയുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു എന്ന്. യോഹന്നാൻ 6:63. ഈ വചനം ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. ഈ വചനങ്ങൾ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഈ വചനങ്ങൾ വിശ്വസിക്കാത്തവരാണ് എതിർ ക്രിസ്തുക്കളായി എണ്ണപ്പെടുന്നത്. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും കർത്താവ് വെളിപ്പെടുത്തിയുണ്ടായി. ക്രിസ്തുവിനോടുകൂടെ നടന്ന് കർത്താവ് പറഞ്ഞ നിത്യജീവന്റെ വചനങ്ങൾ വിശ്വസിക്കാതെ അവനെ ഉപേക്ഷിച്ച് പോയവർ എതിർ ക്രിസ്തുക്കൾ ആകുന്നു എന്നത്രേ വചനം പഠിപ്പിക്കുന്നു. അവർ ക്രിസ്തുവിനുള്ളവരല്ല. ഈ സമൂഹം, അതായത് യേശുക്രിസ്തു സത്യം ചെയ്ത്
യോഹന്നാൻ 6:43 മുതൽ 65 വരെയുള്ള വചനങ്ങൾ വിശ്വസിക്കാത്തവരുടെ സമൂഹമാണ് ഇവിടെ എതിർക്രിസ്തുക്കൾ എന്ന സംബോധനയ്ക്ക് വിധേയമായിരിക്കുന്നത്. ഇന്ന് ഈ സമൂഹം ദിനംതോറും വർദ്ധിച്ച് വരികയാണെന്നതും വാസ്തവമാണ്. അവരെല്ലാം വിശ്വാസത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ സമൂഹം വർദ്ധിക്കുന്നത്. പക്ഷേ അവർ യേശു ക്രിസ്തുവിനെ, നിത്യജീവൻ്റെ വചനങ്ങളെ, ആണയിട്ട് ആവർത്തിച്ച് കൽപ്പിച്ച വചനങ്ങളെ വിശ്വസിക്കാതെ വേർപെട്ടുപോയ ഒരു വേർപാട് വിഭാഗമാണ്, അതായത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമാണ്. അതിലേറ്റവും ശക്തമായത് പെന്തക്കോസ്ത് വിഭാഗങ്ങളാണ്. ഇങ്ങനെ നിത്യജീവനിൽ നിലനിൽക്കാതെ, നിത്യജീവൻ്റെ വചനത്തെ വിശ്വസിക്കാതെ സംശയിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വേർപെട്ടുപോയ ഒരു സമൂഹത്തിലേക്ക്, പെന്തക്കോസ്ത് വിഭാഗങ്ങളിലേക്ക് അനേകർ പോകുന്നത് സാത്താൻ്റെ വഞ്ചനയാണ്. ഏദനിൽ ആദാമിനെയും ഹവ്വായെയും ദൈവത്തെ പോലെയാകാം എന്ന് പറഞ്ഞ് പഠിച്ച അതേ തന്ത്രമാണ് ഇന്ന് അനേകായിരങ്ങളെ ഈ സമൂഹത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത്. നിത്യജീവൻ്റെ വചനം ഉൾക്കൊള്ളുവാനും അത് നിലനിൽക്കുവാനും സാധിക്കണം. വചനം വിശ്വസിക്കുക മാത്രമല്ല, കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. നാം യേശുക്രിസ്തുവിനോടുകൂടെ നിത്യമായി വസിക്കുവാൻ ഇത് വിശ്വസിക്കേണ്ടത് ആവശ്യമാവുന്നു. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തണ്ണിക്കോട്ടെ.